ആശാവർക്കറായിരിക്കുന്ന ഒരാൾ മറ്റൊരു ജോലിക്ക് പോകാൻ പാടില്ല എന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാനത്ത്, വേറെ ഏത് സംസ്ഥാനത്താണ് അങ്ങനെയുള്ളത്? അങ്ങനെ ഉത്തരവിറക്കുകയും 1000 പോപ്പുലേഷൻ ഒരാശയം എന്നുള്ളതിനെ മാറ്റി ഒരു വാർഡിലേക്ക് ഒരു ആശയം എന്നാക്കി മാറ്റി. ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്ന സമരസമിതി നേതാവ് പ്രിയപ്പെട്ട സഹോദരി ശ്രീ മിനി, അവർ കേവലം ഒരു ആശാവർക്കർ മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്നായി പൊതുരാഷ്ട്രീയത്തിൽ ഇടപെട്ട് നന്നായി തെരഞ്ഞെടുപ്പുകളിലടക്കം പലതവണ മത്സരിച്ച ഒരു വ്യക്തിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. അവർ മനഃപൂർവ്വം ഈ ചർച്ചയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റൊരു ജോലിക്കും ആശാ വർക്കേഴ്സ് പോകാൻ പാടില്ല എന്ന ഉത്തരവ് കേരള സർക്കാർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി ആ ഉത്തരവ് അങ്ങ് കാണിക്ക്. ഡോക്ടർ അരുണിന് അയച്ചു കൊടുക്ക്. കേരള സർക്കാർ എന്താ പറഞ്ഞേ? മറ്റു മേഖലയിൽ ഫുൾ ടൈമറായി ജോലിയുള്ള ആളുകൾ ആശാ വർക്കർമാരായി ജോലി ചെയ്യാൻ പാടില്ല എന്നതാണ്. അതായത് ഒരു വാർഡിൽ ഒരു ആശാ വർക്കർ അവരുടെ സേവനം ഗർഭിണികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമൂഹത്തിന് കിട്ടണമെന്ന ഉറപ്പോടുകൂടി മറ്റു മേഖലകളിൽ ഫുൾ ടൈമറായി നിൽക്കുന്നവർ ആശാ വർക്കറായി എക്സ്ട്രാ ജോലി ചെയ്യരുതെന്നാണ്. അല്ലാതെ ആശാ വർക്കേഴ്സ് മറ്റു ജോലിക്ക് പോകരുതെന്നല്ല ഒന്നാമത്തെ കാര്യം. അതായത് തൊഴിലുറപ്പിനായിരുന്നു കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. അങ്ങനെ ഒരു ഓർഡർ വരുന്ന സമയത്ത് 2000 രൂപയായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയം. അപ്പോൾ തൊഴിലുറപ്പിനായിരുന്നു പ്രധാനമായിട്ടും സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ 2 ഗവൺമെന്റ് ശമ്പളം വാങ്ങാൻ പാടില്ല എന്ന ന്യായമാണ് പറഞ്ഞത്. ആശാവർക്കർ ആയിട്ടിരിക്കുന്ന ഒരാൾ മറ്റു തൊഴിൽ ചെയ്യാൻ പാടില്ല എന്ന് സർക്കാർ ഉത്തരവിറക്കിയെന്നാണ്. പക്ഷെ തിരിച്ചല്ലേ, മറ്റേതെങ്കിലും ഫുൾ ടൈം ജോലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ആശാവർക്കർമാരാവാൻ പാടില്ല. രണ്ടും രണ്ടല്ലേ യസ്മിനി? നമ്മൾ വെറുതെ ചില കാര്യങ്ങൾ യസ്മിനി, എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. അത് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് തിരുത്തണം. അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റിയതായിട്ടാണെങ്കിൽ അങ്ങ് തിരുത്തണം. അതായത് ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാൾ ആശാവർക്കറായിട്ട് വന്നാൽ അവരുടെ സേവനം നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷേ ആശാവർക്കർമാർക്ക് മറ്റു പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് തടസ്സമുണ്ടോ? പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് തടസ്സമുണ്ടോ മിനി? ഡോക്ടർ അരുൺകുമാർ, ഉണ്ട്. ആശാവർക്കർമാർക്ക് ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് മറ്റു ജോലി ചെയ്യുന്ന ആളുകളല്ലല്ലോ ആശാവർക്കർമാരായി വരുന്നത്, മറിച്ച് ആശാവർക്കർ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. മറ്റു പൂർണ്ണ തൊഴിലുകൾ എന്നല്ലേ, ഫുൾ ടൈം ജോബ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? പൂർണ്ണ തൊഴിലാണോ എന്ത് തൊഴിലാണെന്ന് അർത്ഥ തൊഴിലാണോ എന്നുള്ളതല്ല. ആശാവർക്കർമാർ ഞാൻ പറഞ്ഞ വാചകത്തിൽ 100% ക്ലാരിറ്റിയോടെ ഞാൻ പറയുന്നു. മറ്റു മേഖലകളിൽ ഫുൾ ടൈം ജോലിയായി ചെയ്യുന്നവർ അവർ ആശാ വർക്കേഴ്സായിട്ട് ജോലി ചെയ്താൽ സമൂഹത്തിന് വേണ്ടത്ര സേവനം കിട്ടില്ല. അതാണ് ഗവൺമെന്റ് ഉത്തരവ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 62 വയസ്സായവർ റിട്ടയറായി പോകണം എന്നൊരു ഉത്തരവ് കേരള ഗവൺമെന്റ് ഇറക്കിയെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മിനി സഹോദരി, ആ ഉത്തരവ് ഒന്ന് കാണിക്ക്. അത്തരത്തിലൊരു ഉത്തരവ് കേരള ഗവൺമെന്റ് ഇറക്കിയിട്ടില്ല. ഇവിടെ 62 കഴിഞ്ഞവരും 65 ആയവരും 68 ആയവരും എല്ലാം ആശാ വർക്കേഴ്സായി നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇല്ല, നുണയാണ്, പച്ചയായ നുണ. അതായത് 62 പെൻഷൻ പ്രായത്തിൽ ഗവൺമെന്റ് തന്നെ മരവിപ്പിച്ച് ഒരാളെയും ഈ കേരളത്തിൽ തിരിച്ചുവിട്ടിട്ടില്ല. ഒരാളും ഇപ്പോഴും അല്ല, ഞാൻ പറയുന്നു, ഗവൺമെന്റ് 62 വയസ്സിന് ശേഷം ഒരാളെയും പിരിച്ചുവിട്ടിട്ടില്ല. ഇപ്പോഴും 65ഉം 68ഉം വയസ്സായ ഒരു ജോലി ചെയ്യുന്നുണ്ട്. ആ ഉത്തരവ് മരവിപ്പിച്ചു എന്നുള്ളത് പൂർണ്ണമായി ശരിയാണ്. ഗവൺമെന്റ് ആ ഉത്തരവ് 16/10/2024 തന്നെ ആദ്യം ഞാൻ അങ്ങേക്ക് അയച്ച മിനിറ്റ്സിന്റെ ഭാഗമായി നോക്കിയാൽ മനസ്സിലാകും. അതിന്റെ ഭാഗമായി നിലവിൽ ആ ഉത്തരവില്ല. ഈ സമരം തുടങ്ങിയത് ഫെബ്രുവരി മാസമാണ്. 2024 തന്നെ ആ ഉത്തരവ് ഇറങ്ങിയപ്പോൾ തന്നെ അത് മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വെറും 1000 രൂപയുണ്ടായിരുന്ന ഓണറേറിയം അല്ലല്ല, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട സഹോദരി, മനസ്സിലാകും. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വെറും 1000 രൂപയായിരുന്നു ഹോണറേറിയം. CI2 നടത്തിയ സമരത്തിന്റെയും ഇടപെടലിന്റെയും ഭാഗമായി അത് പടിപടിയായി 7000 മാറി. ഇൻസെന്റീവ്, ഫിക്സഡ് ഇൻസെന്റീവും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ഇൻസെന്റീവും ഉണ്ട്. ഫിക്സഡ് ഇൻസെന്റീവ് ആയാലും ജനറൽ ഇൻസെന്റീവ് ആയാലും അതിനും മേലെ വാങ്ങിക്കുന്ന ആനുകൂല്യം കിട്ടുന്നവർ, പ്രോത്സാഹനം കിട്ടുന്നവർ ഈ കേരളത്തിലുണ്ട്. ഡോക്ടർ അരുൺ, ഞാൻ അങ്ങേക്ക് ഒരു പട്ടിക അയച്ചിട്ടുണ്ട്. ആ പട്ടിക 2024 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ കേരളത്തിലെ ആശാ വർക്കേഴ്സ് മേടിച്ച ശമ്പളമാണ്. അതിൽ ഒക്ടോബർ മാസത്തിൽ 24.23% ആളുകൾ, ഒറ്റ മിനിറ്റ് 24.23% ആളുകൾ 3000 രൂപയിൽ കൂടുതൽ ഈ ഇൻസെന്റീവ് മേടിച്ചവരാണ്. അതായത് ജനറൽ ഇൻസെന്റീവ് മേടിച്ചവരാണ്. നവംബർ മാസത്തിൽ 37.77%, അതായത് ആകെയുള്ള 26,000 ആശാ വർക്കേഴ്സിൽ 9333 പേർ 3000 രൂപയിൽ കൂടുതൽ ഇൻസെന്റീവ് മേടിച്ചവരാണ്. അതുപോലെ ഡിസംബർ മാസത്തിൽ 34.57% പേർ കൂടുതൽ. അതെങ്ങനെ മേടിച്ചെന്താ വെച്ചാൽ ഓരോ വാർഡിലും ഗർഭിണികളായ സ്ത്രീകൾ, കുട്ടികളുടെ എണ്ണം അവർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടാണ്. ബദൽ സമരങ്ങളുമായി CI2വിന്റെ പോരാട്ടം ആർക്കെതിരെയാണ്? രണ്ടു പക്ഷങ്ങളായി ചിതറിയ സമരം ആശയറ്റു തുടങ്ങിയോ എന്നാണ് ചോദ്യം. സമരത്തെ നേരിട്ട രീതി
പിഴച്ചുപോയോ KS അരുൺകുമാർ? അതുകൊണ്ടാണോ പൊതുസമൂഹത്തിലും സാംസ്കാരിക മാധ്യമ സാഹിത്യ മേഖലകളിൽ നിന്നുള്ളവരും പൊതുവെ ആശാവർക്കർമാർക്കൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ എന്ന നിലപാട് സ്വീകരിക്കുന്നത്? ഈ ചർച്ച തുടങ്ങുന്നതിന്റെ ഇൻട്രോയുടെ ഭാഗമായി താങ്കൾ നടത്തിയ ഒരു പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. താങ്കൾ പറഞ്ഞത് ഇപ്പോൾ 18 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് എതിരെ, ഇവർക്കെതിരെ, അതായത് സമരം നടത്തുന്നവർക്കെതിരെ ഇന്ന് CITUവിന്റെ സമരം എന്ന രൂപത്തിലാണ്. സമരം നടക്കുന്ന ഒരാൾക്കെതിരെയും അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കെതിരെയും CITU സമരം നടത്തിയിട്ടില്ല. CITU സമരം നടത്തുന്നത് ആ മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും തൊഴിലിടത്തിൽ CITUവിന് മെമ്പർഷിപ്പുള്ള അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല CITU സമരം നടത്തുന്നത്, ആ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സമരം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത ഡീറ്റെയിൽ റെപ്രസെന്റേഷന്റെ ഭാഗമായി നവംബർ മാസത്തിൽ നടത്തിയ ആശാ വർക്കേഴ്സിന് രാജ്യത്താകമാനം 26,000 രൂപയാക്കി അവരുടെ ശമ്പളം മാറ്റണം, അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം. തൊഴിലാളിയായിട്ട് അംഗീകരിക്കുമ്പോഴാണ് അവർക്ക് സാലറി കിട്ടുക. അവർക്ക് സാലറിയാണ് കൊടുക്കേണ്ടത്, ഹോണറേറിയും ഇൻസെന്റീവുമല്ല. തൊഴിലാളിയായി അംഗീകരിച്ച് സാലറിയായി 26,000 രൂപ കൊടുക്കണം എന്നതുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ആ ആവശ്യത്തിൽ നവംബർ മാസത്തിൽ ഞങ്ങൾ കൊടുത്ത റെപ്രസെന്റേഷൻ ഞാൻ താങ്കളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ നിരന്തരമായി സമരം നടന്നു. ആദ്യത്തെ സമരം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ്. 16/10/2024 സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ചർച്ചയുടെ ഭാഗമായി ഇരുത്തി, സമര നേതാക്കന്മാരെ ഇരുത്തി വിശദമായി ഞങ്ങളുടെ റെപ്രസെന്റേഷൻ പരിശോധിച്ച് പരിഗണിച്ച് കുറെ കാര്യങ്ങളിൽ തീരുമാനമായി. ആ അന്ന് നടത്തിയ മിനിറ്റ്സിന്റെ കോപ്പിയും ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഫെബ്രുവരി മാസം 6, 7 തീയതികളിൽ സമരം നടന്നു. 5000-ലധികം പേർ നടത്തിയ രാപ്പകൽ സമരം, ഉപരോധ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആ സമരത്തിലും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ പറഞ്ഞ ഒന്നാമത്തെ തീരുമാനം, ആശയുടെ സർക്കുലർ പരിഷ്കരിക്കുന്നതിനായി DHSലെയും NHMലെയും ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കും. പ്രസ്തുത കമ്മിറ്റി പഠനം നടത്തി ഉപാധിരഹിത ഓണറേറിയം സംബന്ധിച്ച തീരുമാനത്തിനായി 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനമെടുത്തത് 6-ാം തീയതിയാണ്. 2 ആഴ്ച പൂർത്തീകരിക്കുന്നത് 20-ാം തീയതിയാണ്. അതായത് ഫെബ്രുവരി 20-ാം തീയതി, 7 ദിവസങ്ങൾക്ക് മുൻപാണ്. പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം വരുന്നതുവരെ പ്രതിമാസ ഓണറേറിയം ഉപാധികൾ നിലവിലെ 10-ൽ 5 ഉപാധികൾ പൂർത്തീകരിച്ചാൽ ആശമാർക്ക് മുഴുവൻ പ്രതിമാസ ഓണറേറിയം നൽകാൻ തീരുമാനിച്ചു. താങ്കൾ അടക്കം സൂചിപ്പിച്ചത്, അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്ത് മിനി സൂചിപ്പിച്ചത്, 18 ദിവസമായി നടക്കുന്ന ചർച്ചയുടെ തീരുമാനം എന്ന രൂപത്തിൽ ഇന്ന് ഓണറേറിയം വിതരണം ചെയ്തു, കുടിശ്ശിക തീർത്തു എന്ന രൂപത്തിലാണ്. എന്നാൽ അത് തെറ്റാണ്. 6-ാം തീയതി ഇവിടെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സമരം നടത്തിയ സംഘടനയുടെ സമര നേതാക്കളുമായി ചർച്ച നടത്തി. അതിന്റെ ഭാഗമായി ഒരു കമ്മിറ്റിയെ വെച്ച് ഒരു പഠനം നടത്തി. അത് 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചാൽ ഉടൻ നടപടി. ആ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്നലെയോടുകൂടി ഈ പെൻഡിംഗ് ഉള്ള കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല, മുഴുവൻ ആശാ വർക്കേഴ്സും. ഈ കേരളത്തിൽ ആകെയുള്ള ആശാ വർക്കേഴ്സിന്റെ എണ്ണം 26,125 ആ 26,125 പേർക്കും കിട്ടുന്ന തരത്തിലാണ് ആ തീരുമാനം. പിന്നെ ഇവിടെ ഈ സ്കീം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്. പ്രകടന പത്രികയിൽ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2,500 രൂപ ആക്കും എന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ അത് 1,600 ആണ്. അത് വർദ്ധിപ്പിക്കണം, 2,500 ആക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം, നമ്മളുടെ എല്ലാം ആഗ്രഹം. അതിനുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഗവൺമെന്റ് വലിയ രൂപത്തിൽ അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് അത്തരത്തിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ തന്നെ വർദ്ധിപ്പിക്കും. രണ്ടാമത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു തൊഴിലാളിയായി അംഗീകരിച്ച് ഒരു സാലറി കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് മിനിമം വേജസ് ആപ്ലിക്കേഷൻ വരിക, മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിലേക്ക് വരിക. ആ മിനിമം വേജസിന്റെ പരിധിയിൽ ഇവരെ കൊണ്ടുവരണമെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഈ രാജ്യത്ത് 10 ലക്ഷം ആശാ വർക്കേഴ്സ് ഉണ്ട്. ഈ 10 ലക്ഷം ആശാ വർക്കേഴ്സ് 28 സ്റ്റേറ്റിലായി കിടക്കുമ്പോൾ ഏകദേശം 20 സ്റ്റേറ്റിൽ പെട്ട ആശാ വർക്കേഴ്സാണ് ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് നവംബർ മാസത്തിൽ വലിയ സമരം നടത്തിയത്. അതിന്റെ മുഖ്യ മുദ്രാവാക്യം അവരെ തൊഴിലാളിയായി അംഗീകരിക്കണം, അവർക്ക് സാലറിയാക്കി മാറ്റണം, അതോടൊപ്പം തന്നെ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരണം. മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വന്നാൽ ഈ കേരളത്തിൽ കിട്ടുന്ന മിനിമം വേജസ് മറ്റു സംസ്ഥാനങ്ങളുടെ 2 ഇരട്ടിയോളമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ 186 രൂപ മുതൽ 233 വരെ മിനിമം വേജസ് വിവിധ മേഖലകളിൽ മേടിക്കുമ്പോൾ ഇവിടെ 700-ലധികമാണ് മിനിമം വേജസ്. അതിലേക്ക് ആക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. 21,000 രൂപ ശമ്പളം വേണമെന്നാണ് ഇന്നലെ വരെ ഈ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് ആവശ്യപ്പെട്ടത്. ഇന്നിപ്പോ പറയുന്നു ഹോണറേറിയവും അതുപോലെ ഇൻസെന്റീവും കൂട്ടിയാൽ മതിയെന്ന്. എന്നാൽ CITU ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്താകമാനമുള്ള 10 ലക്ഷം ആശാ വർക്കേഴ്സിനും 26,000 രൂപ മിനിമം സാലറി കിട്ടാൻ പാകത്തിന്, മിനിമം സാലറി കിട്ടാൻ, ഞാൻ പറയട്ടെ, മിനിമം സാലറി കിട്ടാൻ പാകത്തിന് തൊഴിലാളിയായി അംഗീകരിച്ച് കൃത്യമായി സാലറി തന്ന് മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ പെടണം. ഞങ്ങൾ നവംബർ മാസത്തിൽ ഡൽഹിയിൽ വലിയ സമരം, കോച്ചി പിടിക്കുന്ന തണുപ്പിൽ ഈ രാജ്യത്തെ ആശാ വർക്കേഴ്സ് ഡൽഹിയിൽ പാർലമെന്റിൽ നടത്തിയ സമരത്തിന്റെ ആ നിവേദനം ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ വാചകം മാത്രം ഒന്ന്
വായിക്കുക. AWFI ഓർഗനൈസ് മാർച്ച് ടു പാർലമെന്റ് അറ്റ് ജന്തർ മന്ദിർ ഡിമാൻഡിംഗ് റെഗുലറൈസേഷൻ മിനിമം വേജസ് ഓഫ് 26,000 പെർ മന്ത്, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പെൻഷൻ ഫോർ ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഴ്സ്, ഹെൽത്ത് ഫോർ ഓൾ ആശാ വർക്കേഴ്സ്, വിൽ ഡോർ ടു ഡു അഗൈൻസ്റ്റ് ദ പോളിസീസ് ഓഫ് മോഡി ഗവൺമെന്റ്. ആ ഒറ്റ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും യൂണിയന്റെ ഭാഗമായിട്ടുള്ളതല്ല. പിന്നെ മറ്റൊരു കാര്യം, ഇൻഷുറൻസിന്റെ കാര്യം BJPയുടെ പ്രതിനിധി പറയുന്നുണ്ടായി. ഈ ആശാ വർക്കേഴ്സിന് ആശ്വാസ കിരൺ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, മുമ്പ് കൊണ്ടുവന്നതാ. ആ ആശ്വാസ കിരൺ, ഞാൻ പറയട്ടെ, ആശ്വാസ കിരൺ റദ്ദാക്കിയത് ആരാണ്? ആശാ വർക്കേഴ്സിന്, ഈ രാജ്യത്തുള്ള ആശാ വർക്കേഴ്സിന് ആശ്വാസ കിരൺ റദ്ദാക്കിയത് BJP സർക്കാരാണ്. മോഡി സർക്കാർ തന്നെ പറഞ്ഞിരുന്നു പുതിയ പദ്ധതികൾ, ആശ്വാസ നടപടികൾ, ആശാ വർക്കേഴ്സിന് ക്ഷേമ പദ്ധതി എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന്. ഒന്നും ചെയ്തില്ല. മുഖ്യമന്ത്രി MPമാരുടെ യോഗം വിളിച്ചു പാർലമെന്റ് യോഗത്തിന് മുമ്പ്. 19 MPമാരോടും പറഞ്ഞു നിങ്ങൾ ഡൽഹിയിൽ പാർലമെന്റിൽ ഈ ആവശ്യം ഉന്നയിക്കണം. 2 കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ, ഒരാളും ഒരു അക്ഷരം ഉന്നയിച്ചില്ല. അങ്ങ് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൽ നിന്ന് തെന്നി മാറി സമരസമിതി നേതാവ്. കാരണം ഇവരൊക്കെ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. സമര മുദ്രാവാക്യം പൂർത്തീകരിക്കാനോ നേടിയെടുക്കാനോ ഒരു സഹായവും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ സമരത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഭൂരിഭാഗവും സംസ്ഥാന ഗവൺമെന്റ് ഫെബ്രുവരി മാസം 7-ാം തീയതി അഡ്രസ് ചെയ്തതാണ്, അതിൽ തീരുമാനമെടുത്തതാണ്. ആ തീരുമാനമെടുത്ത കാര്യങ്ങളാണ് നടപ്പാക്കി ഇൻസെന്റീവ് പൂർണ്ണമായി വിതരണം ചെയ്തത്. നമുക്ക് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ കിട്ടണം, ശമ്പളം തന്നെ കിട്ടണം. 35 ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുള്ളത് ആരാണ്? സംസ്ഥാന സർക്കാർ. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ മാത്രം സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തത്? BJPയുടെ പ്രതിനിധി പറയുന്നു 35 മാനദണ്ഡം. നമ്മൾ അത് വിശ്വസിച്ച് ആങ്കറും കോട്ട് ചെയ്തു 35 മാനദണ്ഡം. സമരസമിതി പറയുന്നു 10 മാനദണ്ഡം. ഈ ആശാ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്ന ജോലിയെല്ലാം എന്താണെന്ന് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. ആ 10 ആണ് ഇപ്പൊ 5 മാനദണ്ഡമാക്കി കുറച്ചിരിക്കുന്നത്. അത് സംസ്ഥാനങ്ങളിലാണ്. ആ സമരസമിതി നേതാവിനോട് ചോദിക്ക്. 5 നടപ്പിലായാൽ ഓണറേറിയം കിട്ടുമെന്നുള്ളതാണ്. ഓരോ സംസ്ഥാനത്തുള്ള ഹോണറേറിയം, ഓരോ സംസ്ഥാനത്തുള്ള രാവിലെ മുതൽ ഈ പാവങ്ങളെ ഇങ്ങനെ ഇട്ട് ഓടിപ്പിച്ചിട്ട് നിങ്ങളുടെ ആരോഗ്യ മേഖല